ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 2024 ഒക്ടോബർ മാസ ഫലമാണ്. അത് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസത്തിൽ പൊതുവെ ദൈവാധീനവും വർദ്ധിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ പ്രാവശ്യം ആദിത്യൻ്റെയും ശുക്രൻ്റെയും ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒക്കെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ പൊതുവെ ഒരു ദൈവാധീനം ഉള്ള ഒരു മാസമാണ് ഇടവം രാശിക്കാരായിരിക്കുന്നവർക്ക് ഒക്ടോബർ മാസം. ഏറ്റവും പ്രധാനം വ്യാഴത്തിൻ്റെ സ്ഥിതി തന്നെയാണ്. അതായത് വ്യാഴം ഇടവം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ്. സർവേശ്വര കാരകനായ വ്യാഴം ഭാഗ്യഭാവത്തിൻ്റെ ആധിപത്യം കൂടി വഹിച്ച് ലഗ്നരാശിയായ അല്ലെങ്കിൽ ഇടവം രാശി ഇടവക്കൂറിൽ നിൽക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനവും ഭാഗ്യവും ഉണ്ട്. ദൈവാധീനവും ഭാഗ്യവും ഉള്ളപ്പോൾ മറ്റ് ദോഷങ്ങളൊന്നും ബാധിക്കുകയില്ല. ഒരു പരിധിവരെ ശനി ദോഷങ്ങൾ തന്നെ മാറി നിൽക്കും. ഞാൻ ഈ പറയുന്നത് ഗോചര ഫലങ്ങളാണ്. യഥാർത്ഥത്തിൽ ജാതകാൽ കൂടി അനുകൂലമാണ് എങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ ഈ മാസം ഉണ്ടാകേണ്ടതാണ്. ഈ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർ. അങ്ങനെ നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഇപ്പോൾ രാശിയുടെ അധിപൻ കൂടിയായിരിക്കുന്ന ശുക്രൻ്റെ സ്ഥിതി അനുസരിച്ച് വളരെ നല്ല ഒരു അവസ്ഥയാണ്. കൂടാതെ ചൊവ്വയുടെയും ബുധൻ്റെ ഭാഗ്യസ്ഥാനത്തെ സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ടെസ്റ്റുകളൊക്കെ എഴുതി പല പ്രാവശ്യം തോറ്റുപോയവർ ആണ് എങ്കിൽ തന്നെ ഈ ഒക്ടോബർ മാസം എഴുതി വിജയിക്കുന്നതിന് ഭാഗ്യമുണ്ട്. അങ്ങനെ ഒരു ജോലി കരസ്ഥമാക്കുവാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നവർക്കും അത് സാധിക്കുന്ന ഒരു മാസമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. കണ്ടകശനിയൊക്കെ ഉള്ള കാലമാണ്. അതുപോലെ തന്നെ സർവ്വ അഭിഷ്ട കാര്യഭാവത്തിൽ രാഹു കൂടെ നിൽക്കുന്നതിനാൽ പല വിധത്തിലുള്ള തടസ്സങ്ങളോ ക്ലേശങ്ങളോ തൊഴിൽ ഭാവത്തിൽ ഉണ്ടാകാം. കൂടാതെ വിദേശത്ത് പോകുന്ന കാര്യത്തിനായിട്ട് ശ്രമിക്കുന്നവർക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ഇപ്പോൾ വിദേശത്തായിരിക്കുന്നവർക്ക് വളരെ നല്ല ഒരു കാലമാണ്. അത് പ്രധാനമായിട്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങളും ഈ ശനി ദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകാം. പ്രായമായ മാതാപിതാക്കൾക്കോ കൊച്ചുകുട്ടികൾക്കോ ഒക്കെ ചില അസുഖങ്ങളൊക്കെ സൂചകമാണ്. കഫ സംബന്ധമായിട്ടും വാദസംബന്ധമായിട്ടും ഒക്കെയുള്ള അസുഖങ്ങൾ. അങ്ങനെ നോക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. പാരമ്പര്യ രീതി അനുസരിച്ച് യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് വാക്കാകുന്നതിനും നടക്കുന്നതിനും ഒക്കെ അനുകൂലമായ ഒരു ശനി അനുഗ്രഹിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. എല്ലാ തരത്തിലും ഒരു അനുകൂലാവസ്ഥ, ഭാഗ്യവും ദൈവാധീനവും വന്നു ചേരും. എന്നിരുന്നാലും ശനിയുടെ ചില ഇടപെടൽ മൂലം പല വിധത്തിലുള്ള അലസതകളും ഇന്നത്തെ തീരുമാനം നാളത്തേന് മാറ്റിവെച്ച് അലസത കാണിച്ച് മുടങ്ങിപ്പോയി ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. കാർഷിക രംഗത്ത് ഉള്ളവരൊക്കെ ആയാലും വിജയങ്ങൾ വന്നു ചേരും. ഏത് തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഈ മാസം ഒരു അഭിവൃദ്ധി വന്നു ചേരുകയും ധന ആഗമന യോഗവും ഉണ്ടാകും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അവരവരുടെ വിഷയങ്ങൾ കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്.
അതുപോലെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരിക, അതായത് ജാതകം നോക്കുന്നതിന്, വിവാഹ കാര്യമായാലും തൊഴിൽ കാര്യമായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും മറ്റുള്ള പ്രശ്നങ്ങളുമൊക്കെ നോക്കുവാൻ നേരിട്ട് വരുവാൻ അവസരം ഉണ്ടായിരിക്കുന്നു.